മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് മഹാബലി നടത്തിയ യജ്ഞത്തിന് പോയപ്പോൾ സുന്ദരമായ ബാലരൂപത്തിൽ വാമനനെ കണ്ട മഹാബലിയുടെ പുത്രിയായ രത്നമാല ആ കുഞ്ഞിനെ തന്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ച് മുലയൂട്ടിയേനെ എന്ന് രത്നമാല പറഞ്ഞു. എന്നാൽ അതിനുശേഷമാണ് വാമനമൂർത്തി മഹാബലിയുടെ കയ്യിൽ നിന്നും സർവ്വതും പിടിച്ചെടുത്ത് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. ഇത് കണ്ട് രത്നമാലയുടെ മാതൃസ്നേഹം ദേഷ്യത്തിലേക്ക് വഴിമാറി അവൻ തന്റെ പുത്രനായിരുന്നുവെങ്കിൽ പാലിന് പകരം വിഷം നൽകിയേനെ എന്ന് രത്നമാല പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അറിയുന്ന മഹാവിഷ്ണു രത്നമാലയുടെ ഈ രണ്ട് ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം എടുത്തപ്പോൾ രത്നമാല പൂതനയായി ജന്മമെടുക്കുകയും കംസന്റെ നിർദ്ദേശപ്രകാരം ഗോകുലത്തിലെത്തുകയും ചെയ്തു. രത്നമാലയുടെ ഒന്നാമത്തെ ആഗ്രഹം പോലെ മാതൃസ്നേഹത്താൽ കണ്ണന് മുലയൂട്ടാനുള്ള ഭാഗ്യം രത്നമാലയ്ക്കുണ്ടായി. എന്നാൽ രത്നമാലയുടെ രണ്ടാമത്തെ ആഗ്രഹപ്രകാരം അവൾ വിഷം പുരട്ടിയാണ് കണ്ണന് മുലയൂട്ടിയത്. എന്നാൽ ഉണ്ണിക്കണ്ണൻ പൂതനയെ വധിക്കുകയും അതിലൂടെ പൂതനയ്ക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു.